പിന്നീട് ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ്. ഗൈസ്, ഇന്ന് നമ്മൾ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഗെയിമുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ നെയിം പ്ലേസ് തിങ് കളിക്കുന്ന പോലെ തന്നെ നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ബിങ്കോ എന്ന് പറയുന്നത്. നെയിം പ്ലേസ് തിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അടുത്ത ഫേവറേറ്റ് ഈ ബിങ്കോ ചാലഞ്ച് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ബുക്കിന്റെ ബാക്കിൽ ഈ ബിങ്കോന്റെ കോളം ഉണ്ടാവും. അത്രയും ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ടീച്ചർ കാണാതെ കളിക്കുന്ന ഒരു ഗെയിം. അപ്പൊ ആ ഗെയിം നമ്മൾ ഇന്ന് വലിയ ബോർഡിൽ വലുതായിട്ട് ഈ ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ 5000 rupees ആണ്. ചില്ലറ ഗെയിം ഒന്നുമില്ല, 5000 ആണ് ഈ ഗെയിമിലെ വിന്നർ കപ്പ് കിട്ടാൻ പോകുന്നത്. ക്ലാസ് റൂമിൽ കളിച്ച പോലെ വെറുതെ നോട്ടിന്റെ ബാക്കിലുള്ള ഒരു ചാലഞ്ച് അല്ലേ ഇപ്പൊ ഇത്? അപ്പൊ ഈ ഗെയിമിന്റെ റൂൾസ് അറിയാത്തവർക്ക് റൂൾസ് നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. റൂൾസ് എന്തായാലും അറിയുണ്ടാവും, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞുതരാം. അതെ, നമ്മൾ 1 to 25 ആണ് ഇത്രയും കോളങ്ങളിൽ എഴുതാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ ഇത് 25 കോളങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് 1, 2, 3, 4 മുതൽ 25 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഈ കോളങ്ങളിൽ എവിടെ വേണമെങ്കിലും എഴുതാം. അപ്പൊ നമ്മളെ ഗെയിം എങ്ങനെയാ പോകുന്നത് വെച്ചാൽ നമ്മൾ 3 പേരാണ് കളിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും ടേണിനനുസരിച്ച് നമുക്ക് ഓരോ അക്കങ്ങൾ ഇങ്ങനെ പറയാം. ഇപ്പൊ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ പറയാം. ആ നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ വെട്ടി പോകും. അതായത് ഇപ്പൊ ഞാൻ ഒന്നാണ് പറയുന്നുണ്ടെങ്കിൽ എല്ലാരും ബോർഡിൽ അവർ എവിടെയാണോ ഒന്ന് എഴുതിയിട്ടുള്ളത് ആ ഒന്ന് വെട്ടണം. അങ്ങനെ ഓരോരുത്തരും ചെയ്യണം. അതെ, അങ്ങനെ ഓരോരുത്തരും ചെയ്തിട്ട് ആർക്കാണോ ഫസ്റ്റ് ഈ കോളങ്ങൾ ഇങ്ങനെയോ ഫുള്ളായിട്ട് വെട്ടി പോകുന്നത് അവർക്ക് ഇവിടെയുള്ള ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ വെട്ടി പോവാം. അങ്ങനെ ഓരോ കോളങ്ങളും തികച്ചിട്ട് ആരാണോ അതെ അങ്ങനെ 5 കോളങ്ങൾ അങ്ങനെ വെട്ടിയിട്ട് ആരാണോ ഫസ്റ്റ് ഈ ബിങ്കോ ഫുള്ള് വെട്ടി തീർക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിലെ വിന്നർ ആയിട്ട് വരുന്നത്. അതെ, ബിങ്കോ എന്ന് വിളിച്ചിട്ട് വേണം വിന്നർ ആയിട്ട് പറയാൻ വേണ്ടിട്ട്. സാധാരണ ഏകദേശം എല്ലാരും ഒപ്പരാണ് ബിങ്കോ ആവാൻ. അതെ, അല്ല ആ ഒരു അവസാന നിമിഷത്തിലായിരിക്കും നമ്പറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ബിങ്കോ ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഇതിൽ നമുക്ക് 5000 രൂപയാണ് കിട്ടാനുള്ളത്. അപ്പൊ വളരെ ക്രൂഷ്യൽ ആയിട്ട് കളിക്കണം. അതെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് കളിക്കുന്നതാണ് ബിങ്കോ. ഇപ്പൊ ക്യാഷ് പ്രൈസും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര എനിക്ക് പൊതുവെ ബിങ്കോ കളിക്കാൻ അറിഞ്ഞോളൂ. എനിക്ക് ടെൻഷൻ ആവും. കാര്യം എഴുതുന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഭയങ്കര ടാക്ടിക്കൽ ആയിട്ട് കളിക്കേണ്ടതാണ്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ നമ്പേഴ്സ് എഴുതുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്പേഴ്സ് എവിടെയാണെങ്കിലും എഴുതാം. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇല്ല ഇവിടെ നിനക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൈഡേ കാണുള്ളൂ, നമ്പേഴ്സ് കാണാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും സൈഡ് ആയിട്ടേ കാണുള്ളൂ കേട്ടോ. ഇവർക്ക് തീരെ കാണാൻ പറ്റില്ല. ഓക്കേ, റെഡി ഗയ്സ്, ഞാനിതാ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഇതിങ്ങനെ ഞാൻ വളരെ ടാക്ടിക്കലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതുന്നത്. എങ്ങനെ പറഞ്ഞല്ലോ പോടുന്നു. എന്റേത് കംപ്ലീറ്റ് ആയി. ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, പിന്നെ ഇങ്ങനെ എഴുതി, പിന്നെ ഇങ്ങനെയൊക്കെയോ പല പല ഭാഗങ്ങളിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ 1 to 25 ഞാൻ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് കാണൂല. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും എന്താണ് എന്റെ പാറ്റേൺ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പം അതെ, എനിക്കതിലൊരു വിശ്വാസം ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് 3. 3യോ? അയ്യോ, ഇനി എഴുതിയത് എവിടാന്ന് കണ്ടുപിടിക്കണം. ഇല്ല പറയില്ല, ഞാൻ വെട്ടിയില്ല. വലിയ ബോർഡിൽ 11 വെട്ടി ഗൈസ്. 6 ഒക്കെ എവിടെ എഴുതിയെന്ന് പറഞ്ഞു. 6 ഇവിടെ വെട്ടി. 6 എഴുതില്ലേ? ഓക്കെ വേഗം അടുത്ത ഞാനല്ലേ? 21. ഓക്കെ, 21 വെട്ടി ഗൈസ്. ഇനി അടുത്ത ഞാൻ പറയട്ടെ. അടുത്ത 17 വെട്ടി. വെട്ടി 5 പറ. ഞാന് നമ്പറൊക്കെ നോക്കി പറയൂ. ഒറ്റ സംഖ്യ 22. ഞാനല്ലേ എടുത്ത് 5. അയ്യോ, 12. ഞാനല്ലേ 18.
18 ആ 18 വെളിയിലേക്ക് തോന്നുന്നു അച്ഛക്ക് എന്തോ കിട്ടിയത്. ഞാനല്ലേ എടുത്തേ 16. 16ഓ? ആ നിക്ക് നോക്കട്ടെ. 60 വെട്ടി. അങ്ങനെ 60 വെട്ടി. ഇനി അടുത്തത് 19ഓ? 19. എന്താ ഷാമി അനക്ക് നല്ലതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഞാന് 1. സാധാരണ എല്ലാരും പണ്ടെച്ചല്ലോ തുടങ്ങല്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാന് 20. 20 വെട്ടി ഗൈസ്. ഇനി അടുത്തത് 25. ഞാനല്ലേ 13. 13ഓ? ആ 13 ഒക്കെ ഉണ്ടാവും, നോക്കി നോക്കി. 13. ഞാന് 4. 4. ഒരു മിനിറ്റ് 4 ആലോചിക്കട്ടെ. എവിടെ വാശിയേറിയ പോലെ. ഷാമി പറ. 14ഓ? ഞാൻ പറയട്ടെ. ആ അയ്യോ 9. 9 വെട്ടി. അയ്യോ 5 9 പറഞ്ഞേ. ആ ശ്രീ പറയട്ടെ എന്തെങ്കിലും നല്ലത് പറ. 7. 7. വെട്ടി. ഇനി അടുത്തത് ഞാൻ പേരാ. ഷാമി ഒന്ന് പറ. 23. 23ഓ? ഞാനല്ലേ ഞാൻ പറയട്ടെ. പറയൂ. ഞാനിപ്പം പറയൂ. പറയല്ലേ പ്ലീസ്. ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ പറഞ്ഞോ 15 ബിങ്കോ. എല്ലാരും എനിക്ക് നോക്കട്ടെ, ഞാൻ നിന്നെ കണ്ട തെറ്റില്ലല്ലോ. 1 2 3 4 5. ഇതാ ഗൈസ് 6 വെട്ടി 11 വെട്ടി 22 വെട്ടി 13 വെട്ടി 1 വെട്ടി ഇതൊന്ന്. പിന്നെ 1 25 14 20 9 2 22 18 3 21 12 3 11 7 ഇതെത്രയാ 17 4 19 4 15 17 3 23 14 5 ഗൈസ് ബിങ്കോ. എനിക്കില്ലേ ഇവിടെ BIN ശരിക്കും G എനിക്ക് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് ഈ വെട്ടാഞ്ഞിട്ടാ മറന്നുപോയതാ. അത് മറന്നുപോയതാ. പിന്നെ എനിക്ക് ഒരൊറ്റ നമ്പർ കൂടി കിട്ടി കഴിഞ്ഞാൽ ബിങ്കു ആയി. അതെ ഞാനിതാ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഞാനിത് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഗെയിം കഴിയുന്നതിന് മുന്നേ ഞാൻ എന്തായാലും അത് വരച്ച് ദേ ഈ 15 പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് ഇതും കൂടി തികഞ്ഞ് ബിങ്കു ആയത് ഞാൻ വിളിക്കാൻ പറ്റിയില്ല. ഇത് 5 ആണ് പറഞ്ഞത് ബിങ്കോ വിളിക്കാൻ. സത്യമായിട്ട് ഗൈസ് എനിക്കറിയില്ല, ഞാൻ എന്റെ തോന്നിയ പോലെ എന്തൊക്കെ എഴുതിയിട്ടത് ജയിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി അടുത്ത ഒരു റൗണ്ടിൽ 5 ആണ് ഗൈസ് അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നല്ല പൊരിഞ്ഞ മഴ ഇടി. നല്ല മഴ ഉണ്ട്. മഴയത്ത് ഇങ്ങനെ ബിങ്കോ കളിക്കാൻ എന്ത് രസമല്ല. അപ്പൊ ഈ റൗണ്ടിൽ നടക്കാൻ പോകുന്നത് കരുത്ത പോരാട്ടമാണ് ഗൈസ്. അതെ, ഇനി ഈ റൗണ്ടിൽ ആര് ജയിക്കും നോക്കാം. ഓക്കെ ഗൈസ്, നേരത്തെ ഞാൻ ജയിച്ച രീതിയിൽ എഴുതാൻ ഇപ്പൊ എനിക്ക് മറന്നു ഞാൻ നമ്പർ എങ്ങനെയായിരുന്നു എഴുതിയത്. എന്തായാലും വേറെ രീതിയിൽ എഴുതാട്ടോ. ഇവിടെ ഞാൻ 1 എഴുതി, ഇവിടെ 2 എഴുതി, ഇവിടെ 3 എഴുതി. എവിടെയാ ഇപ്പൊ പറഞ്ഞേ. ഇവിടെ 4 എഴുതി, ഇവിടെ 5 എഴുതി, ഇവിടെ 6 എഴുതി, ഇവിടെ 7 എഴുതി, ഇവിടെ 1 എഴുതി, ഇവിടെ 2 എഴുതി, ഇവിടെ 3 എഴുതി, ഇവിടെ 4 എഴുതി, ഇവിടെ 5 എഴുതി, 6 7. ഞാനും ടാക്ടിക്കലായിട്ട് പിന്നെ എഴുതാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് മിസ്സാണ്. അതുകൊണ്ട് ഞാൻ ജയിച്ചില്ല. അതെ, അതുകൊണ്ട് ഞാൻ ജയിച്ചില്ല. നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഓടിക്കാം. ഇതിനധികം ബുദ്ധി ഇല്ലാത്ത നല്ലതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ ജയിച്ചത്. ഞാൻ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ എനിക്ക് തോന്നിയ പോലെ എഴുതി. 22 23 24 25 കഴിഞ്ഞു. അപ്പൊ guys, നമ്മൾ start ചെയ്യാം. അഞ്ച് start ചെയ്തു. അഞ്ചല്ലേ ജയിച്ചത്. ഇന്നലാണല്ലോ start ചെയ്യാ. അങ്ങനെ ഉണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഓക്കെ, ഞാൻ തുടങ്ങിയാണ്. ഞാന് 20. 20യോ? ഞാൻ ഇതില്ലേ? 20 അടുത്ത ഷാമി. 23. 23.
ഞാനല്ലേ ആ 2 അടുത്ത 5 25. 25 25 ഷാമി ഞാന് 3 3 എവിടെ ഒരു മിനിറ്റ് ഓക്കെ ഞാന് 17 എന്താ ശ്രീ 17 ഒക്കെ പറയുന്നത്? ഞാനല്ലേ ആ 6 ഞാന് 10 അടുത്ത ഞാനല്ലേ ഒന്നില്ല ഞാൻ 7 7 ആ ഓക്കെ ഞാൻ പറയട്ടെ 8. 8ഓ ആ ഒരു മിനിറ്റ് ഓക്കേ ഷാമി ഞാന് 1 ഞാന് 5 5 ആ ഞാൻ പറയട്ടെ ആ 13. 13ഓ ആ ആ ഞാന് 4 എന്തിനാ ഷാമി 4 ഒക്കെ പറയുന്നത്? സന്തോഷം കൊണ്ടാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഞാൻ വെറുതെ അറിഞ്ഞ. അയ്യോ ഞാന് 24 24 ഓക്കെ ഞാനല്ലേ ആ 22. നീ ഷാമി ഷാമിന്റെ ടാക്ടിക്സ് ആണോ അത് പറയുന്നതൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനാണ് അടുത്തേ ആ 14 വെട്ടാനുള്ള സമയം തരണേ. ഞാൻ 12 ആ ഓക്കെ ഇനി ഞാനാണ് പറയണ്ടേ 18 ബിങ്കോ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ 1 2 3 4 5 ഇത് കണ്ടോ BINGO. കയ്യടിക്കാൻ തന്നെ പിന്നെ ജിയോ ഇല്ല കിട്ടിയില്ലെന്നോ ബി ഐ ഞാൻ വെട്ടി. ഇവിടെ ഒന്നും ആവണ്ടതായിരുന്നു, അതെനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ ആ ബി ഐ മാത്രമേ വെട്ടിയിട്ടുള്ളൂ, ഇവിടെ ഒന്ന് വരേണ്ടതായിരുന്നു. എന്തായാലും ഞാൻ 7 അയലത്തെത്തിയില്ല, എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഞാനത് വെട്ടിയില്ല. അല്ല എന്റെ ഒന്ന് വെറുതെ വന്ന് നോക്കി, എന്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ വേറെ വെറുതെ വെട്ടി വെച്ചോ. എനിക്ക് ടെൻഷനാവും. നോക്കിക്കാ ഇതാ 8 വെട്ടി 2 വെട്ടി 20 വെട്ടി 6 വെട്ടി 25 ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തേ. 17 2 18 4 22 ഇങ്ങനെ 1 10 20 13 5 എന്നായി 12 4 13 6 14 ഇതൊക്കെ അല്ലേ? അതിനെന്തോ ടാക്ടിക്സ് അഞ്ചൊക്കെയുണ്ട്. ആ എനിക്ക് തോന്നിയ പോലെ നമ്പർ എഴുതുന്നേ. ഞാൻ എനിക്ക് കൃത്യം പ്രാധാന്യം ഷാമി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോ ഇനിയിപ്പോ വെറുതെ കളിക്കാണ്. കടന്നിരിക്കാണ്. എന്തായാലും ഈ ചാലഞ്ചിൽ വിന്നർ ആയിരുന്ന 5 തന്നെയാണ്. ഞങ്ങളൊരു സമാധാനത്തിന് വേണ്ടി ഒറ്റ അപ്പൊ ഞങ്ങൾ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. 5 നമ്പർ ഇനി കോപ്പടിക്കരുതേ. ഞാനിനി വേറെ രീതിയിൽ എഴുതാൻ പോകും. കാര്യം നേരത്തെ എനിക്ക് മറന്നുപോയി. ബുദ്ധി വെച്ചല്ല 5 കളിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബുദ്ധി വെച്ചിട്ടല്ലാന്ന്. 3 ഇനി നമുക്ക് വെറൈറ്റി പിടിക്കാം. എനിക്ക് എന്തായാലും ഞാൻ ജയിച്ചതല്ലേ, അതുകൊണ്ടൊരു കുഴപ്പമില്ല. 7 ഇനിയിപ്പോ ഞങ്ങളാണ് ജയിച്ചാ പറയും വിട്ടു എന്നതാണ്. 8 9 10 ഞാനൊരു പാറ്റേണും പിടിക്കില്ല, എനിക്ക് മതിയായി. ഇതിപ്പോ തോന്നിയ പോലെ എഴുതുക. 15 16 17 അയ്യോ 18 ഒക്കെ ഞാനിത് അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഷാമിനെ കോപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കി അപ്പൊ ഞാൻ 5 നോക്കി. എല്ലാരും നോക്കുന്നത് നോക്കി. എന്തായാലും നമുക്ക് ഗെയിം തുടങ്ങാം. ഷാമി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്താരും അറിയൂ. ഷാമി ശ്രീ 5. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 1 തന്നെ തുടങ്ങാം. 2 ഓ താങ്ക് യു. ആഹാ അങ്ങനെയാണോ? 5 4 4 4 എന്നാ പിന്നെ 3 20
ഞാൻ ആ ടാക്ടിക്സ് പൊളിക്കും. ഓക്കേ, 8. 8 ആ 20 ആരാ പറഞ്ഞേ? ഈയല്ലേ. പിന്നെ ഇനി ആരാ പറയണ്ടേ? ഷാമിന്. ഓക്കെ, 8 7 ആ ഞാനാണോ? 25 25. അടുത്തത് 9. 9 ഒന്നും വേണ്ടായിരുന്നു. അറിയാം, മനസ്സിലാവുന്നുണ്ട്. അടുത്തത് 6 6. ഞാനല്ലേ? 13 13 ല്ലേ? ആ എല്ലാരും ഭയങ്കര സ്പീഡിലാണ് ഗൈസ് ഇത്തവണ. എന്താ നമുക്കിവിടെ? ഞാന് 11. 11 ആ ഓക്കെ. ഞാന് 16. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചില്ല. 16. ഓക്കെ, 16. 21 ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ പ്ലീസ്, ഒന്ന് നോക്കട്ടെ. അടുത്തത് ഗൈസ് ഇപ്പൊ പറഞ്ഞേ 18. ഇനി ആരാ? ശ്രീ അല്ലേ? ഞാൻ അടുത്തത് 12. മിക. 12 ആണ്. അല്ല, മിക അല്ലേ guys? അല്ല. അല്ല, നോക്കട്ടെ. 1 2 3 4. സല്ലി ഒന്ന് നോക്കി കൊടുക്ക്. അല്ല, മിക അല്ല. ആ, okay, okay. പറ്റില്ല. അഞ്ചിൽ പറഞ്ഞേ, അല്ല ശ്രീ പറഞ്ഞേ. ആ. അടുത്ത് പറഞ്ഞോ. 24 മിക. മിക. 24 ആണ്. 24. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനെ നോക്കിയിട്ട് പറ. 24 വെട്ടിട്ട് പറയണ്ടി മിക്ക. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ 1 5 2 4 8 1 1 24 12 20 21 2 1 11 3 9 25 എന്നായി? 8 7 3 13 21 നാലാമത്തെ 4 പിന്നെ ഇവിടെ 5 11 6 13 18. അങ്ങനെ ബിങ്കോന്ന് വിളിച്ച് പറയാൻ പാടില്ല. അത് ശരിക്കും ഫൗളാ. ശരിക്കും പ്ലെയറെ നമ്മൾ ഔട്ട് ആക്കാനുള്ള ഒരു വഴിയാണത്. അതൊന്നുമില്ലേ guys, അത് mistake പറ്റിപ്പോയതാ. അത് ജയം തന്നെയാണ്. ഓക്കെ, അപ്പൊ 2500 അങ്ങനെ കിട്ടുമോ? ഇല്ല അത് കിട്ടൂല. അത് രണ്ടുപേരും കൂടി ജയിക്കാന്നുള്ളതല്ലോ, ആര് കൂടുതൽ അതെ ജയിക്കും. അങ്ങനെയാണ്. എന്നാ പിന്നെ ഒരു 1000 തരണല്ലോ. ഇന്റത് പിന്നെ എന്റത് ഞാൻ ഏകദേശം G എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ജിയിലാണ് നിന്നത്. അവിടെ 1 I N പിന്നെന്താ ഇത് G. ഇനി ഓയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും ആയിട്ടില്ലായിരുന്നല്ലോ അല്ലേ? ഈ വെട്ടിയില്ലേ? ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്പേഴ്സ് ബാക്കിയുണ്ടായില്ല. ഓക്കെ ഗൈസ്, ശ്രീ എഴുതിയ എന്ത് നമ്പർ ചെയ്യാനാ ഭാഗ്യമില്ല. ഇന്റതും BING വരെ എത്തിണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ ഒന്ന് പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. പിന്നെ ഞാനിതാ ഈ 14 കൂടി വെട്ടിയിരുന്നെങ്കിൽ ഇന്റതും ബിങ്കോ പിന്നെ ഞാൻ ജയിക്കുമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഷാമി ജയിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഗൈസ് അവസാനമായിട്ട് ഞാൻ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ മൊത്തത്തിൽ ഈ ചാലഞ്ചിൽ 5 ആണ് ജയിച്ചിരിക്കുന്നത്. ഭയങ്കര നൊസ്റ്റു ഗെയിം ആയിരുന്നു guys. നമുക്ക് പുറത്തു പോയി നല്ല ഫുഡൊക്കെ. അല്ല, അത് ഞാൻ ഒറ്റയ്ക്ക് ചെലവഴിക്കുക 5000 രൂപ എന്നാണ് എന്റെ ഒരു ഇത്. എന്തെങ്കിലും അത് ചെലവ് തരാം. 5000 രൂപയ്ക്കും ചെലവല്ല, ജയിച്ചതിന് ചെലവ് തരും. തോറ്റാക്കും വേണം പ്രോത്സാഹനം. പ്രോത്സാഹന സമ്മാനം തരാം. സാരില്ല, പോട്ടെ. 5 കിലോ ക്യാഷ് പ്രൈസ് കൊടുക്കാൻ പോവാണ് ഗൈസ്. വേഗം 5000 രൂപ പൈസ. ഇതിന് ഞങ്ങള് പോയിട്ട് ചെലവഴിക്കുന്നത്. അതെ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വെട്ടുന്നതിന്റെ കൂടുതൽ നിങ്ങളൊന്ന് നേരെ വെട്ടി നോക്കുക. അത് തുടക്കത്തിൽ പറയണേ. തുടക്കത്തിൽ പറയണേ. അപ്പൊ വീഡിയോ ഒന്നും കൂടി ആദ്യം മുതൽ വെച്ചിട്ട് ഒന്നും കൂടി എന്നെ വെട്ടി നോക്കാം. അപ്പൊ ചലഞ്ച് ഇത്രേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ this is ശ്രീലക്ഷ്മി. This is Shamya. This is Sanjita. Signing off.